ഉപജില്ലാ കായിക മത്സരങ്ങളുടെ ഭാഗമായി വോളിബോൾ ടൂർണമെന്റും വോളിബോൾ മത്സരങ്ങളും വടംവലി മത്സരങ്ങളും അഞ്ചൽ VVUPS ഗ്രൗണ്ടിലും ഈസ്റ്റ് സ്കൂൾ ഗ്രൗണ്ടിലും സംഘടിപ്പിച്ചു. വോളിബോൾ മത്സരത്തിന്റെ ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ A. സക്കീർ ഹുസൈൻ നിർവഹിച്ചു. അഞ്ചൽ ഉപജില്ല കായിക മത്സരങ്ങളുടെ ഭാഗമായിട്ട് ഗെയിംസിന്റെ വോളിബോൾ സെക്ഷനിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അഞ്ചൽ ഉപജില്ലയിൽ നിന്ന് 12 സ്കൂളുകളിൽ 6 കാറ്റഗറിയിലായിട്ട് 320 കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ വളരെ ഉത്തരവാദിത്തപരമായ ഈ മത്സരം മറ്റ് എല്ലാ നിലവാരത്തിൽ നടത്തി പൂർത്തീകരിക്കുവാനുള്ള ഒരു ചുമതലയാണ് ഈ നാട്ടിലുള്ള എല്ലാവരും കൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് ഈ ചടങ്ങ് ഔപചാരികമായി നമ്മുടെ ജില്ലാ ഗെയിംസ് കോർഡിനേറ്ററുടെയും അതുപോലെ AEAയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അധ്യാപകരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ രാവിലെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ മത്സരം വിജയികളെ കണ്ടെത്തി അതിന്റെ റിസൾട്ട് കൊടുക്കുന്ന നിലയിലാണ്. നമ്മുടെ ജിബിൻ സാറുണ്ട്, നമ്മുടെ സ്പോർട്സിന്റെ സെക്രട്ടറി ശ്രീ സുഹൃത്ത് സാറ്, അവരെ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂട്ടായിട്ടാണ് ഈ ഗെയിംസ് ഈ വോളിബോളിന്റെ മത്സരങ്ങൾ നന്നായി നടത്തി ഭാവി തലമുറ ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കുന്ന സമയം കൂടിയാണല്ലോ. അപ്പൊ അതിന്റെ എല്ലാ ചാരുതയും ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി തലമുറയെ കായിക മേഖലയിലേക്ക് അടുപ്പിച്ച് നിർത്തുവാൻ വേണ്ടിയുള്ള ഒരു വലിയ സംരംഭമാക്കിയാണ് ഞങ്ങൾ എത്തിക്കൊണ്ടുപോകുന്നത്. അഞ്ചൽ ഉപജില്ലയിലെ 79ഓളം വരുന്ന സ്കൂളുകളിൽ ഉപജില്ലാ കായിക മത്സരം നടന്നുവരികയാണ്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് കായിക മത്സരങ്ങളുടെ തുടക്കം കുറിച്ചത്. ഉപജില്ലാ കായിക മത്സരങ്ങൾ ആരംഭിച്ചതു മുതൽ അഞ്ചലിലെ വിവിധ സ്കൂളുകളുടെ ഗ്രൗണ്ടുകളിൽ കായിക മത്സരങ്ങൾ നടന്നുവരികയാണ്. ഇന്ന് വോളിബോൾ ടൂർണമെന്റും വോളിബോൾ മത്സരങ്ങളും വടംവലി മത്സരങ്ങളും ഉൾപ്പെടെയുള്ള കായിക മത്സരങ്ങളാണ് അഞ്ചൽ VVUPS ഗ്രൗണ്ടിലും അഞ്ചൽ ഈസ്റ്റ് സ്കൂൾ ഗ്രൗണ്ടിലും സംഘടിപ്പിച്ചത്. ഉപജില്ലാ കായിക മത്സരത്തിൽ വിജയിക്കുന്ന ടീമുകൾ റവന്യൂ ജില്ലാ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഈ വർഷം ആദ്യമായിട്ട് പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് കേരളത്തിൽ നടക്കുകയാണ്. നവംബർ 4 മുതൽ 11 വരെ എറണാകുളത്ത് വെച്ചാണ് പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ സബ് ജില്ലകളിലും ഒക്ടോബർ 20 മുമ്പ് എല്ലാ ഗെയിംസ് മത്സരങ്ങളും, ഒക്ടോബർ 30 മുമ്പ് എല്ലാ അത്ലറ്റിക്സ് മത്സരങ്ങളും പൂർത്തിയാക്കി. ജില്ലാ മത്സരങ്ങൾ ഏകദേശം ഒക്ടോബർ 10 പൂർത്തിയാക്കി നമ്മൾ നവംബറിൽ കേരളത്തിന്റെ ആദ്യത്തെ സ്കൂൾ ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. അപ്പം 5 സബ് ജില്ലയും നമ്മളുടെ ഗെയിമുകളെല്ലാം ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി 10ഓളം ഗെയിമുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും ഏകദേശം 20 ഗെയിമുകൾ നടത്താനുണ്ട്. കഴിഞ്ഞ ദിവസം ഫുട്ബോൾ മത്സരങ്ങൾ നടന്നു. ഏകദേശം 830 കുട്ടികൾ പങ്കെടുത്തു. 50 ടീമുകളോളം മത്സരം നടന്നു. 2 ദിവസങ്ങളിലായി അഞ്ചൽ ഈസ്റ്റ് വെച്ചായിരുന്നു. ഇന്ന് നമുക്ക് നടക്കുന്നത് VVUPS ഗ്രൗണ്ടിൽ വെച്ച് വോളിബോൾ മത്സരങ്ങളും, അഞ്ചൽ ഈസ്റ്റ് ഗ്രൗണ്ടില് ടഗ് ഓഫ് വാർ, ടെന്നിക്വയറ്റ്, ത്രോ ബോൾ ഈ മത്സരങ്ങളും പുരോഗമിക്കുന്നു. നാളെ ചെസ് മത്സരങ്ങളാണ്. റിപ്പോർട്ടർ സജി, അഞ്ചൽ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും, മോഡേൺ ട്രഡീഷണൽ, ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.